ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതൊരു സർപ്രൈസ് ആയിരുന്നു. പക്ഷേ വലിയ സർപ്രൈസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ചെട്ടിനാട് തന്നെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഹോട്ടൽ, അതാണ് ഈ വിശാലം. സോ ഈ വിശാലം ഒരു ഹോട്ടൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വീട് തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് എ ഹെറിറ്റേജ് സ്റ്റേക്കേഷന് പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം. സോ നമ്മൾ ചെട്ടിനാടാണ് വന്നിരിക്കുന്നത്. യു ക്യാൻ സീ നമുക്ക് കിട്ടിയൊരു വെൽക്കം എന്ന് പറയുന്നത് വളരെ പ്യുവർലി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെൽക്കമിങ് തന്നെയായിരുന്നു. ആൻഡ് അത് ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് ഓഫ് വെൽക്കമിങ്. ആൻഡ് എനിക്ക് ആക്ച്വലി കിട്ടിയത് എന്താ പറയുക, കുപ്പിവള ഉണ്ടല്ലോ, സോ അത് നമുക്ക് ഒരെണ്ണം കിട്ടുമായിരുന്നു. ആൻഡ് വിഷ്ണുവിന് ജസ്റ്റ് ഒരു നമുക്കറിയാം അവരുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ഒരു വെൽക്കമിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. ആൻഡ് വി ഗോട്ട് എ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് കിട്ടിയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് നൗ നമുക്ക് അവിടെയുള്ള കുട്ടി നമുക്ക് ഷീസ് എക്സ്പ്ലെയിനിങ് ദി ഹിസ്റ്ററി. അപ്പോൾ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു ചെട്ടിയാർ മാൻഷനാണ്. ആൻഡ് ഒരുപാട് ചെട്ടിയാർ മാൻഷൻസ് നമുക്കുണ്ട്. സോ യു ക്യാൻ സീ ഈ ആളുടെ പേരിൽ, അതായത് ഈ പറയുന്ന ആ പോർട്രേറ്റിൽ കണ്ട ആളാണ് വിശാലം. സോ വിശാലത്തിൻ്റെ കല്യാണത്തിന് അവർക്ക് കൊടുത്തൊരു ഡൗറി, അതാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഡൗറി എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, എനിവേസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീടാണ് ഇത്. സോ ആ വീട്ടിൽ ഓരോ റൂംസ് ഇപ്പം സ്റ്റേക്കേഷന് വരുന്നവർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പം ആക്ച്വലി ഇതിൻ്റെ ആൻസസ്റ്റേഴ്സ് എല്ലാം അവർ നേരത്തെ താമസിച്ചിരുന്ന വീടാണ്. ആൻഡ് നൗ നിങ്ങൾക്ക് കാണാം ആ ഒരു കീ കണ്ടോ, അത് പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന അതേ കീ തന്നെയാണ് ഇപ്പോഴും അവരതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് നമുക്ക് തരും ഓരോ കീസ്. ആൻഡ് ഒരു റൂമെന്ന് പറയുന്നതിനേക്കാൾ എനിക്കറിയില്ല, ദ സ്പേസ് വാസ് ടൂ മച്ച് സ്പേഷ്യസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്കൊരു കട്ടിലും അവരിയ്ക്കുന്ന സ്ഥലമുള്ളെങ്കിലും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു നമുക്കത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ വിശാലം ഷീ ഈസ് ഡെഡ്. ആൻഡ് വിശാലത്തിൻ്റെ മകളിൽ ഷീ ഈസ് 74 years ഓർ സംതിങ്. ആൻഡ് അവരിപ്പോഴും ചെന്നൈയിലുണ്ടെന്നാണ് നമുക്ക് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എനിവേ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ കേരളത്തിലെ മറ്റേ ഒന്ന് നാലുകെട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇവിടെ ഇങ്ങനെ ഒരു മഴ വരുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. സോ ഇത് ഔട്ടർ പാർട്ടാണ് വിശാലത്തിൻ്റെ. സോ നമുക്ക് ഒരു ട്രഡീഷണൽ മോഡേൺ എന്ന് പറയാൻ, മോസ്റ്റ് ഓഫ് ദം ട്രഡീഷൻ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ടീ കൗണ്ടറുണ്ട്. സോ നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ ടീ ഓർ കോഫി അവരപ്പം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് അതുമാത്രമല്ല, ഇവരുടെയൊക്കെ കോസ്റ്റ്യൂംസ് അവിടെ നമുക്ക് എടുത്തു തരാൻ നിൽക്കുന്ന അവരുടെ കോസ്റ്റ്യൂംസ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ദാറ്റ് ഈസ് സ്പെഷ്യലി ചെട്ടിനാട് സാരിയാണ്, ചെക്ക് കളേഴ്സ്, ചെക്ക് വരുന്ന സാരീസ്. ആൻഡ് അവിടെ ചെട്ടിനാട് കിച്ചണുണ്ട്. ചെട്ടിനാട് ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ഫുഡ്, യുനോ. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. സോ നമുക്ക് ലൈവായിട്ട് അവർ കുക്കിംഗ് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് ഈ ഒരു സ്റ്റേക്കേഷൻ്റെ ഭാഗമായിട്ട് കിട്ടും. ആൻഡ് നമുക്ക് ലൈവായിട്ട് അവരെന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, നമ്മുടെ ലക്കെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു മഴ തന്നെ നമുക്ക് കിട്ടി. പക്ഷെ അത് ഒരുപാട് നേരം നിൽക്കാനും പാടില്ല. ബിക്കോസ് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒന്ന് പോകണം, അവിടുത്തെ ഒരു സ്ട്രീറ്റ് ആൻഡ് ഏരിയാസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിവേസ് ഈ ഒരു മഴ വന്നതെന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ മഴയൊക്കെ ഒന്ന് മാറി നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വാക്കിന് പോകാം എന്നോർത്തിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അതായത് അവിടെ സ്റ്റേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. ലൈക്ക് നമുക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരായിരുന്നു. എനിവേസ് നമുക്ക് സ്ട്രീറ്റ്സിലൂടെ നടന്ന് നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് മാൻഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് ചെട്ടിനാട് എന്ന് പറയുന്നത്. ചെട്ടിനാട് മാൻഷൻസ് ആർ വെരി ഫേമസ്. ഇതുപോലെയുള്ള വീടുകളാണ്. ഈ വീടുകളുടെ പ്രത്യേകത എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഇതുപോലെ കുറേ മാൻഷൻസ് കാണുന്നത്. ആൻഡ് നമുക്കൊരു ചാൻസ് കിട്ടിയതാണ് ഒരു മാൻഷൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാൻഷനിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഡോറുകളെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടുവേർഡ്സ് ദി എൻഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ നിന്നാൽ നമുക്ക് അപ്പുറത്തെ അതിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള ഡോർ നമുക്ക് കാണാൻ പറ്റും. അതൊരു ലീനിയർ, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാമല്ലോ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആസ് വെൽ ആസ് അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇവൻ സ്റ്റിൽ നൗ. ആൻഡ് നമ്മളിപ്പോൾ എൻട്രി ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ടുവേർഡ്സ് ദ എൻഡ്, ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ അത് പുതിയൊരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. സോ ഒരു സ്ട്രീറ്റിൽ നിന്ന് മറ്റൊരു സ്ട്രീറ്റിലേക്ക് എത്തുന്ന അത്രയും ഡിസ്റ്റൻസ്
മാൻഷൻസ് ആ ടൈമിൽ ഒരു ചെട്ടിനാട് മാൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് വളരെ കൗതുകപരമായ ഒരു കാര്യം. ചെട്ടിനാട് ടൈൽസ് അറിയാലോ, വളരെ ഫേമസ് ആണ്. ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഭയങ്കര ഒരു സെറൈൻ, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇത്തരം മാൻഷൻസ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഇത് നമുക്കൊരു ട്രഡീഷണലായിട്ട് പണ്ട് എങ്ങനെയായിരുന്നു ആൾക്കാർ താമസിച്ചിരുന്നത്, എല്ലാവരും അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതുകൊണ്ടാണ് ചെട്ടിനാട് മൊത്തം ഇങ്ങനത്തെ മാൻഷൻസ് ഉണ്ടാവുന്നത്. ഒരു ഹൗസ് അല്ല, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ചെട്ടിനാട് മാൻഷൻസ്. ഓക്കെ, അതൊരു ഒരു എന്താണ്, ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് മാൻഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വാക്ക് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, എപ്പോഴും ചെറിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് കാണാം ഹൗ ബ്യൂട്ടിഫുൾ ദ പ്ലേസ് ഈസ്. ഓക്കെ, ഈ പ്ലേസ് മാത്രമല്ല, ഇഫ് യു ക്യാൻ സീ സോ മെനി മാൻഷൻസ് ഓഫ് ദ സിമിലർ സ്ട്രക്ചർ ആണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. സോ നമുക്ക് ഭയങ്കരമായിട്ടും എന്താണ്, വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വാക്ക്, സീയിങ് ഓൾ ദിസ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. ഈ ഒരു വീട് ഒരുപാട് സിനിമകളിൽ റിപ്പീറ്റഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു വീടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വീടുകൾക്കെല്ലാം തന്നെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൗണ്ട് ചെയ്യാൻ പറ്റും, മോർ ദാൻ 10 ഓർ സംതിങ്. സോ ഇവരേതെങ്കിലും ഫങ്ഷൻസിന് ഒത്തുകൂടും, അങ്ങനെയാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഐ ഡോണ്ട് നോ. എനിവേസ്, ഇതുപോലത്തെ ഒരുപാട് മാൻഷൻ ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ഒരു ബിൽഡിങ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങളുടെ സ്വന്തം സെൽഫീസ് എടുത്തിട്ടുണ്ട് ഗൈസ്. എനിവേസ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെട്ടിനാട് സാരീസ് കിട്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ടെന്നായിരുന്നു. സോ നമ്മൾ ചെട്ടിനാട് സാരി കിട്ടുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. എനിവേസ്, ഈ ഒരു പർട്ടിക്കുലർ വാക്ക് വാസ്, എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വിശാലത്തിൽ വന്നു. സോ ജസ്റ്റ് അവിടെ കുറേ പേര് അവരവരുടെ സ്പേസിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളൊരു ക്യുക്ക് ജേർണി ത്രൂ ദി സെക്കൻഡ് ഫ്ലോർ. ആൻഡ് നല്ല ഭംഗിയുണ്ട്. സെക്കൻഡ് ഫ്ലോറും ആസ് യൂഷ്വൽ, ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലും ഇതുപോലെ റൂംസ് ഉണ്ട്. ഈ റൂംസിലൊക്കെ ഗസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, സോ നമ്മളങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടേബിളിൽ വന്ന് ഡിന്നറിന് ഇരിക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് ഡിഷസ് വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ചപ്പാത്തി ആൻഡ് ചിക്കൻ അവിടെ സ്പെഷ്യലാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ് വാസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓക്കെ ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു. ഹലോ, അപ്പോൾ രാവിലെ ഇരിക്കുകയാണ്. സോ ഞാനിത് ചുമ്മാ എടുത്തതാണ്. ഇന്നലെ വന്നപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ലായിരുന്നു. സോ രാവിലെ തന്നെ ചേച്ചി കോലയിടാൻ വേണ്ടി ക്ലീൻ ആക്കുവാണ്. സോ ഞാൻ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട് ഗൈസ്. എൻ്റെ വോയിസ് അത്ര നല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് ചെട്ടിനാട് മാൻഷനായ വിശാലത്തിൻ്റെ ഒരു ഔട്ടർ സ്പേസൊക്കെ എന്താണെന്ന് നോക്കാം. സോ ഒരു വലിയ റൂമാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഞാൻ ഈ നടന്ന് പോകുന്ന അത്രയും ഏരിയയും നമ്മുടെ റൂം തന്നെയാണ്. ഓക്കെ, ആൻഡ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് ഇതിലേക്കൂടെ ഒരു വാക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഇതിൽ നമ്മൾ കുറേ പൂക്കളിങ്ങനെ ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, ബട്ട് ഇതെല്ലാം നാച്ചുറലി അവിടെ ഫോൾ ചെയ്ത് കിടക്കുന്ന പൂക്കളും ഒക്കെയാണ്. ആൻഡ് ഞാൻ പറഞ്ഞു, അവർ കോലം ഇടാനെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്നലെ വൈകുന്നേരത്തെ പോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ചായ കിട്ടി. ആൻഡ് വി ആർ എൻജോയിങ് അവർ ടീ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ നമ്മൾ പൂളിൽ പോയിരുന്നു. ദിസ് ഇസ് എ പൂൾ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ ഒരു സീനറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചായയൊക്കെ കുടിച്ച് ചെറിയൊരു വാക്കിംഗ് ഒക്കെ അതിലേക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. നല്ല രസമാണ് ഈ സ്ഥലം മൊത്തത്തിൽ കാണാനും. നമ്മളെന്താ പറയുക, വളരെ ഹോംലി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും ഇവിടെ വരുമ്പോൾ. ബിക്കോസ് നമ്മളൊരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യും അങ്ങനെ തോന്നില്ല. ഒരു ഹെറിറ്റേജ് ഹോം ഫീൽ കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണിത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വാസ് പ്രിറ്റി ഗുഡ്. ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി വാസ് കോംപ്ലിമെൻ്ററി. ആൻഡ് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ കാരക്കുടി, ചെട്ടിനാട് ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരു ടാറ്റ ബൈ പറയുകയാണ്. സോ 2 days ഓഫ് ദി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അൺഫർഗറ്റബിൾ ആയിരുന്നു. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് ചെറിഷ് ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് കാണാൻ പറ്റി. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓൾഡ് ഹെറിറ്റേജസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ബൈ.